RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് ADGP MR അജിത് കുമാർ. സ്വകാര്യ സന്ദർശനമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ADGP വിശദീകരിച്ചത്. RSS നേതാവിനെ കാണാൻ MR അജിത് കുമാർ സ്വകാര്യ വാഹനത്തിലാണ് എത്തിയത് എന്നും DGPയെയും ഇന്റലിജൻസ് മേധാവിയെയും സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചിരുന്നു. RSS നേതാവ് A. ജയകുമാറിന്റെ വാഹനത്തിലായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് കഴിഞ്ഞ വർഷം മെയ് 22-ന് ADGP എത്തിയത്. ADGP ആരെയെങ്കിലും കണ്ടാൽ CPIM-ന് എന്ത് ഉത്തരവാദിത്തമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. അലക്സ് റാം മുഹമ്മദും B. ദിലീപ് കുമാറുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ആ കാര്യത്തിനകത്തൊരു സ്ഥിരീകരണം നടക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാണ് എന്ന സൂചനയാണോ വരുന്നത്? പാർട്ടി ഇന്നലെയും ഇന്നും നടത്തുന്ന പ്രതികരണത്തിൽ തന്നെ ഈ വിവാദം അവസാനിക്കുമെന്ന് CPM നേതൃത്വം കരുതുന്നുണ്ടോ? വേണു, ഒരിക്കലുമില്ല. ഇത് വിവാദത്തിന് തിരി കൊളുത്തിയിട്ടേ ഉള്ളൂ. അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഇതിനോടകം സൃഷ്ടിച്ചിട്ടുണ്ട്. സർക്കാരും അതുപോലെ CPM-ഉം മുഖ്യമന്ത്രിയും ഒരുപോലെ പ്രതിരോധത്തിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സംഭവമായി, അതായത് ഈ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു, ആരോപണത്തിൻ്റെ അടുത്ത ഡെവലപ്മെൻറ്റിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് PV അൻവർ MLA നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത് ഈ പൂരം കലക്കുന്നതിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിൻ്റെ പങ്കുണ്ട്, അത് അന്വേഷിക്കണമെന്നാണ്. ഈ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൻ്റെ ആദ്യ ഘട്ടം, അതായത് ആ കഥയുടെ ആദ്യ ഭാഗം അത് പൂർത്തിയാക്കിയത് കോൺഗ്രസ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ആ ആരോപണത്തിൻ്റെ തുടക്കം. അങ്ങനെയാണ്. അതായത് കഴിഞ്ഞ വർഷം മെയ് മാസം 20 മുതൽ 22 വരെ തൃശ്ശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് നടന്ന RSSന്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാഹനത്തിലാണ് ആ കൂടിക്കാഴ്ചയ്ക്കായി അവിടെ എത്തിയത്. അതിൽ തിരുവനന്തപുരത്തെ ഒരു RSS നേതാവിൻ്റെ പങ്കുണ്ടായിരുന്നു. ജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ആ കൂടിക്കാഴ്ച നിഷേധിക്കാൻ തയ്യാറുണ്ടോ എന്നൊരു വെല്ലുവിളി പോലും പ്രതിപക്ഷ നേതാവ് അന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യം കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വൃത്തങ്ങൾ ആ ചോദ്യം CPM-നെതിരെയും സർക്കാരിനെതിരെയും LDF-നെതിരെയും ഉയർത്തുകയാണ്. പൂരം അലങ്കോലപ്പെടുത്തിയതിലെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ അത് CPM-ഉം സർക്കാരുമാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം കാര്യമായി ശ്രമിക്കുന്നുണ്ട് ഈ ആരോപണം മുൻനിർത്തി. അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന് ഈ തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടാണ്. ഈ കൂടിക്കാഴ്ച നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരുന്നു. ADGP അജിത് കുമാർ RSSന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം സ്വകാര്യ വാഹനത്തിലാണ് എത്തിയത്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിലുള്ള സ്വകാര്യ വാഹനത്തിലാണ് എത്തിയത് തുടങ്ങിയ വിവരങ്ങൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി അത് സർക്കാർ അറിഞ്ഞിട്ടും അതിന്മേൽ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയോ അതിൻ്റെ മറ്റിടപെടൽ എന്താണെന്ന കാര്യം സർക്കാർ മറച്ചുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. വലിയ വിവാദത്തിലേക്ക് നയിക്കുന്നതും അതാണ്. ADGP അജിത് കുമാറിനോട് ഈ വിവാദം പുറത്തു വന്നതിൻ്റെ പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം ചോദിച്ചിരുന്നു. ADGP അജിത് കുമാറും ഈ RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച അത് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് സ്വകാര്യ സന്ദർശനമായിരുന്നു, സംഭാഷണം സ്വകാര്യമായിരുന്നു, സഹപാഠിക്കൊപ്പം താൻ പോവുക മാത്രമായിരുന്നു ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ RSSന്റെ പോഷക സംഘടനാ നേതാവ് ജയകുമാർ അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ്, അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് മറ്റു മാനങ്ങളൊന്നുമില്ല എന്ന വിശദീകരണമാണ് ADGP നൽകുന്നത്. പക്ഷേ ആ വിശദീകരണം കൊണ്ടൊന്നും അത് നിലനിൽക്കില്ല. അതുമാത്രമല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും നടത്തുന്ന ഒഴുക്കൻമട്ടിലുള്ള മറുപടിയും നിലനിൽക്കില്ല, വിലപ്പോവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ കാരണം LDF-ൽ തന്നെ CPI ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമാണ്, ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് പാളയത്തിലെ തന്നെ പടയായി മാറും. LDF-ൽ തന്നെ അത് വലിയ ചർച്ചയ്ക്കും അത് സംസാരത്തിനും വഴിവെക്കും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഈ കാണിക്കുന്ന മൗനം അത് മുഖ്യമന്ത്രിയും സർക്കാരും പാർട്ടി സെക്രട്ടറിയുടെ ഒഴുക്കൻമട്ടിലുള്ള ഈ മറുപടിയും നിർത്തി അതിന് കൃത്യമായി തന്നെ വിശദീകരണം നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമായ കാര്യം. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.